ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുറച്ച് സ്പൈസി ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. സ്പൈസി ക്വസ്റ്റ്യൻസ് ഞാൻ പറയാൻ കാരണം ഇത് കുറച്ച് സ്പൈസി ആൻഡ് ജ്യൂസി ക്വസ്റ്റ്യൻസ് ആണ് ഞാനിന്ന് ആൻസർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു ഇതിട്ടുണ്ടായിരുന്നു, നമുക്കൊരു ഗേൾസ് ടോക്ക് നടത്താം, നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുക, നമുക്കൊരു ഒരു സിസ്റ്ററിനോട് ചോദിക്കുക അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോട് അങ്ങനെയൊക്കെ ചോദിക്കാൻ നമുക്കുണ്ടാവില്ലേ, ചോദിക്കാൻ കുറച്ച് നാണം മടി എന്ത് വിചാരിക്കും എന്നൊക്കെ തോന്നുന്നത്, അത് ചോദിച്ച ഒരു ഓപ്പൺ കോൺവെർസേഷൻ, നമ്മൾ പെൺകുട്ടികൾ മാത്രം രഹസ്യ സംസാരം. ഓക്കെ, ഇതാണ് ഇന്നത്തെ സെഗ്മെന്റ്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞപ്പോൾ ഒരു നോക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല, 1100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നേക്കുന്നത്. ഇത്രയും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതിൽ നിന്ന് കുറച്ച് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വായിക്കാം. എല്ലാം അടിപൊളി ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു. ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് ഞാൻ തന്നെ ചിന്തിച്ചു ഇതെന്താ എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കേ, ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് സത്യം പറയാലോ ചിലതൊക്കെ എനിക്ക് തന്നെ നാണം വരുന്നതുണ്ട് കേട്ടോ. പക്ഷെ ഒന്നുമില്ല, നോർമലൈസ് ഈ ടോക്സ് നമ്മൾ നോർമലൈസ് ചെയ്യണം. കാരണം ഇത് ഒരു തരത്തിൽ ഇൻഫോർമേറ്റീവ് ആണ്, ഇൻഫോർമേഷൻ ആണ്, അറിയാത്തവർക്ക് അറിയുന്നതാണ്. അങ്ങനെ വിചാരിച്ച് സമാധാനിച്ച് ഞാൻ ക്വസ്റ്റ്യൻ ഐശ്വര്യമായിട്ട് വായിച്ചു തുടങ്ങുവാണ്. Hi Hila, which is the safest and more pleasurable sex position? I know it vary for persons, but in common and safe, yes. പറഞ്ഞ പോലെ ഇത് ഓരോരുത്തർ സെക്സ് പൊസിഷൻ ഏറ്റവും നല്ലത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്, സേഫസ്റ്റ് ആയിട്ടുള്ളത്. ഇതിൽ തന്നെ പറയുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. ന്യൂ അഡ്വെഞ്ചേഴ്സ് എന്ന് പറയില്ലേ, അത് നിങ്ങൾ ഭാര്യ ഭർത്താവ് കൂടി നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണം. നിങ്ങളുടെ ബോഡിയിലെ ഏതൊക്കെ പല ഡിഫറെൻറ്റ് പൊസിഷൻസ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ചിലപ്പോൾ ലോകത്ത് കണ്ടുപിടിക്കാത്ത പൊസിഷൻസ് ചിലപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ചെന്ന് വരാം. അങ്ങനെ വേണം എക്സ്പ്ലോർ ചെയ്യാൻ. എന്നാലും കോമൺ ആയിട്ടുള്ളതെന്ന് പറയുന്നത് 2 ടൈപ്പാണ്. ഒന്ന് മിഷണറി, ഒന്ന് ഡോഗി. മിഷണറി എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളത് ഫേസ് ടു ഫേസ് സെക്സ് ആണ് മിഷണറി എന്ന് പറയുന്നത്. ഭാര്യ ഭർത്താവ് ഫേസ് മുഖത്തോട് ഇന്റർകോഴ്സ് നടക്കുന്നത്. ഡോഗി എന്ന് പറയുന്നത് സെക്സ് ഫ്രം ബിഹൈൻഡ്, ഓക്കെ, പിന്നീന്ന് നടത്തുന്ന സെക്സിനെയാണ് ഡോഗി സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ രണ്ടാണ് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നതും. ഈവൻ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല പൊസിഷൻ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന പൊസിഷൻസിൽ 2 എന്ന് പറയുന്നത് ഇതാണ്. ഒന്ന് മിഷനറിയും ഒന്ന് ഡോഗിയും, ഫേസ് ടു ഫേസും സെക്സ് ഫ്രം ബിഹൈൻഡും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സെയിം ആളാണ്. ഈസ് ഇറ്റ് ഗുഡ് ടു ഡു ഫിംഗറിങ് ഓൺ വെജൈന? ഓക്കെ, വെജൈനയിൽ ഫിംഗറിങ് ചെയ്യുന്നല്ല വെച്ചാൽ അതൊരു മാസ്റ്റർബേഷൻ ആണ് അല്ലേ. മാസ്റ്റർബേഷൻ സ്വയം ഭോഗത്തിൽ പെടുന്നതാണ്. നല്ലതാണ് ചോദിച്ചാൽ അതെ, അത് 2 തരത്തിൽ പറയാം. ഇപ്പം നിങ്ങൾ സ്വയമാണ് ചെയ്യണമെങ്കിൽ അതൊരു എന്താണ് പറയാം, നിങ്ങളുടെ സ്വന്തം ബോഡി എക്സ്പ്ലോർ ചെയ്യണതാണ്, അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് പ്ലഷറിന് വേണ്ടി നിങ്ങൾ ചെയ്യണതാണ്, ഒരു തെറ്റൂല. രണ്ടാമത്തേന്ന് പറയുന്നത് ഫിംഗർ എന്ന് വെച്ചാൽ നിങ്ങളുടെ പാർട്ട്ണറാണ്, അത് എന്തിൻ്റെ ഭാഗമായിട്ട് വരും, ഫോർ പ്ലേയുടെ ഭാഗമായിട്ട് വരും. ഓക്കെ, സെക്സിന് മുമ്പ് ഒരു ഫോർ പ്ലേയുടെ ഭാഗമായിട്ട് വരും. ഇതിന് എന്തായാലും ഒരു കേടുമില്ല, നിങ്ങളുടെ ശരീരത്തിനായാലും ഇതിനാണെങ്കിലും യാതൊരു കേടുമില്ല, നല്ലത് മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾ ഫിംഗർ ചെയ്യണേ കൂടെ നമുക്ക് എന്തെങ്കിലും ലൂബ്രിക്കൻറ്റ്, നാച്ചുറൽ ലൂബ്രിക്കൻറ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വെജൈന ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ഫ്ലൂയിഡ് വരും, നിങ്ങൾക്ക് പിന്നീടുള്ള സെക്സ് കുറച്ചും കൂടി ഈസി ആവാനും പെയിൻഫുൾ അല്ലാതിരിക്കാനും സഹായിക്കും. കഴിഞ്ഞോ ഇല്ല. വിച്ച് ഫുഡ് ഷുഡ് ബി കൺസ്യൂം ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡൂയിങ് സെക്സ്? അങ്ങനെ ഫുഡൊക്കെ ഉണ്ടോ പ്രത്യേകിച്ച്? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഫുഡും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഹെൽത്തി ആയിരിക്കുക എന്നുള്ളതുള്ളൂ. നല്ലപോലെ വെള്ളം കുടിക്കുക. ഓക്കെ, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡീഹൈഡ്രേഷൻ വരാതിരിക്കാൻ നോക്കുക, നല്ലപോലെ വെള്ളം കുടിക്കുക. പിന്നെ എന്താണ് നിങ്ങൾ സാധാരണ ഫുഡ് കഴിക്കുന്നത്, അത് സെക്സിന് മുമ്പും ശേഷം എന്നല്ല, നിങ്ങൾ നല്ലപോലെ ഡയറ്റിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഡസ് IPL ക്രിയേറ്റ് എനി ഗ്യാസ്ട്രിക് ഇഷ്യൂസ്? IPL കഴിച്ചു കഴിഞ്ഞാൽ, IPL എന്ന് പറയുന്നത് കോൺട്രാസെപ്റ്റീവ് പില്ലാണ്. ഓക്കെ, ഗർഭനിരോധന ഗുളിക എന്ന് പറയുന്നത് എമർജൻസി കോൺട്രാസെപ്റ്റീവ് പില്ലാണ് കേട്ടോ IPL എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ചെയ്തു എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തില്ല, കോണ്ടം അങ്ങനത്തെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാണ്ട് ഒരു സെക്സിൽ ഏർപ്പെട്ടു, അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രഗ്നൻസിക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ വിത്തിൻ 48 hours കഴിക്കുന്ന ഒരു ഗുളികയാണ് ഈ IPL എന്ന് പറയുന്നത്. അത് അത്രയും അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം കഴിക്കേണ്ട ഒന്നാണ്, അല്ലാണ്ട് ഇത് ഡെയിലി ബേസിസിനോ ഡെയിലി കഴിക്കേണ്ട ഒന്നുമല്ല. വളരെ അത്യാവശ്യമായിട്ട് എടുക്കേണ്ട ഒരു സാധനമാണ് ഈ IPL എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമുക്ക് പല ഇഷ്യൂസും വരുന്നുണ്ട്. ഈവൻ നിങ്ങൾക്ക് നെക്സ്റ്റ് പീരിയഡ്സ് മിസ്സാവാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ ഹോർമോണിൻ്റെ ഇതിനെ തെറ്റിക്കും, അങ്ങനെ പല ഇഷ്യൂസ്. ചിലവർക്ക് ഈ IPL കഴിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തലകറക്കം, ഛർദി, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്ന് കേൾക്കുന്നുണ്ട്. സൈഡ് എഫക്ട്സ് ആയിട്ട് അതിൻ്റെ അത് കേൾക്കുന്നത്, ഇങ്ങനത്തെ ഗാസ്ട്രിക് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് IPL. നമ്മളൊരു എമർജൻസി സിറ്റുവേഷനിൽ എടുക്കുന്നത് ഒന്നാണ് ഈ IPL എന്ന് പറയണത്.
ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് എന്തുവാ? ഓക്കെ, വിച്ച് കോണ്ടം ഈസ് ബെസ്റ്റ് ഓർ ബെറ്റർ ടു യൂസ്? വിച്ച് കോണ്ടം എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് ബ്രാൻഡ് എന്നാണോ? പല ബ്രാൻഡ്സ് ഉണ്ട്. അതിലിപ്പോൾ ഞാൻ ഇന്ന ബ്രാൻഡ് നല്ലതാന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കോണ്ടം ഏതായാലും കുഴപ്പമില്ല. പിന്നെ കോണ്ടത്തിൽ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഇറങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. പ്ലെയിൻ കോണ്ടം, ഡോട്ടഡ് കോണ്ടം, സ്പൈറൽ കോണ്ടം, ഫ്ലേവേർഡ് കോണ്ടം, അങ്ങനെ പല പല കോണ്ടംസ് ഇറങ്ങുന്നുണ്ട്. അതിൽ ഫ്ലേവേർഡ് കോണ്ടംസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓറൽ സെക്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഈ ഓറൽ സെക്സിന് വേണ്ടിയിട്ടാണ് ഈ ഫ്ലേവേർഡ് കോണ്ടംസ് ഇറങ്ങുന്നത്. ഓക്കെ, ടേസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഈ ഫ്ലേവേർഡ് കോണ്ടം ഇറങ്ങുന്നത്, ഓറൽ സെക്സിനെ ബേസ് ചെയ്തിട്ട്. അതല്ല ഇപ്പം നോർമൽ കോണ്ടംസ് ആണ്. ഇപ്പം ഈ ഡോട്ടഡ് സ്പൈറലൊക്കെ കുറച്ചും കൂടി പ്ലഷർ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സെക്സിൽ കുറച്ചും കൂടി എക്സൈറ്റ്മെൻറ്റ്, കുറച്ചും കൂടി പ്ലഷർ, ഇതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഡോട്ടഡ് സ്പൈറൽ കോണ്ടംസ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ സെക്ഷൽ റിലേഷൻഷിപ്പ് കുറച്ച് അടിപൊളിയാക്കണം, സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ ഡോട്ടഡോ സ്പൈറലോ മേടിച്ച് ട്രൈ ചെയ്യാം. ഇത് കേട്ടപ്പോൾ കുറേ പേർക്കുണ്ടാവും ഇവളെന്ത് സംസാരിക്കുന്നുള്ളൂ, മറ്റേ സംസാരം എന്നുള്ളത്. അല്ല, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. ഞാൻ സർട്ടിഫൈഡ് സെക്സ് എഡ്യൂക്കേറ്ററാണ്. ഞാൻ PG കഴിഞ്ഞിട്ട് ഇത് പഠിച്ച് സെക്സ് എഡ്യൂക്കേഷൻ കോഴ്സ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന കേട്ടോ. അല്ലാണ്ട് ഞാൻ മറ്റേ സുഖിക്കാനുള്ള സംസാരം നടത്തുന്നതല്ല. ഇത് ജസ്റ്റ് ഇൻഫോർമേഷൻ മാത്രമാണ്, ഇൻഫോർമേറ്റീവ് വീഡിയോ മാത്രമാണ്, അങ്ങനെ കാണാം. ഓക്കെ, അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ നല്ല നാണക്കേടുമില്ല. അത് തൊലിക്കട്ടി കാരണം കൊണ്ടൊന്നല്ല, ഞാൻ പഠിച്ച വിഷയം കൊണ്ടാണ്. ക്യാൻ യു പ്ലീസ് ടോക്ക് അബൌട്ട് വെജൈന പിമ്പിൾസ്? ഇത് കുറേ പേർക്കുള്ളൊരു പ്രോബ്ലമാണ്, നമ്മുടെ പ്രൈവറ്റ് ഏരിയയിലോ അല്ലെങ്കിൽ ആ വൾവ ഭാഗത്ത് വരുന്ന കുരുക്കൾ. ഓക്കെ, ഇത് സത്യം പറഞ്ഞാൽ ഇത് ഹാംലെസ് ആണ്. പലവർക്കും ഇത് അങ്ങനെ ഹാം ചെയ്യണമെന്ന് വെച്ചാൽ ദോഷം ചെയ്യണതല്ല. ചിലർക്ക് ഇത് അവിടെ ഭയങ്കര വേദന ആയിരിക്കും, പെയിൻഫുൾ ആയിട്ട് വരുമായിരിക്കും. അത് തനിയേ പോകും കേട്ടോ. ചിലവർക്ക് അതങ്ങനെ തനിയേ പോകും, വേറെ മരുന്ന് കേൾക്കേണ്ട കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പം എന്തുകൊണ്ടാണ് ഈ വെജൈന പിമ്പിൾസ് വരാൻ കാരണം? അതിന് പല റീസൺസ് ഉണ്ട്. അതിൽ ഒന്ന് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ്. നിങ്ങൾക്കറിയാം ബൾബ് ഏരിയയിൽ നമുക്ക് പ്രൈവറ്റ് ഏരിയയിൽ ഹെയർ ഉണ്ടായിരിക്കും, മുടി ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഹെയർ ഫോളിക്കിൾസിൽ വരുന്ന ഇൻഫെക്ഷൻ ആയിരിക്കും ഒരു കാരണം എന്ന് പറയുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് നിങ്ങൾ വല്ല ടൈറ്റ് ക്ലോത്ത്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ, അങ്ങനെ ലെഗിങ്സ്, ടൈറ്റ് പാൻസ് ഒക്കെ ഇട്ട് ആ ഭാഗം ഇറുകി സ്വെറ്റൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ വെജൈനൽ പിമ്പിൾസ് വരും. ചിലർ പ്രൈവറ്റ് ഏരിയ ഷേവ് ചെയ്യും. ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ മിക്ക സ്ത്രീകൾക്കും വരുന്ന ഒന്നാണ് ഈ വെജൈന പിമ്പിൾസ്. കാരണം അവിടെ ഏരിയ ഭയങ്കര സെൻസിറ്റീവാണ്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഷേവ് ചെയ്യരുത്. അതിന് മറിച്ച് സിസേഴ്സ് എടുത്ത് ജസ്റ്റ് ട്രിം ചെയ്താൽ മതി, നിങ്ങളുടെ ഹെയർ ട്രിം ചെയ്താൽ മതി എന്ന്. അതുകൊണ്ടാണ് പറയുന്നത് വെജൈനൽ പിമ്പിൾസ് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിവാക്കുക. പിന്നെ ചിലവർ സോപ്പൊക്കെ യൂസ് ചെയ്യും ആ വൾവ് ഏരിയയിൽ. അപ്പോൾ സോപ്പിൻ്റെ അലർജി അങ്ങനെ ആയിരിക്കും, ഫാബ്രിക്സിൻ്റെ അലർജി, ഇങ്ങനെ പല റീസൺസ് ആയിരിക്കും. ഈവൻ ഇൻഫെക്ഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഹെയർ ഫോളിക്കിൾസ് വരുന്ന ഇൻഫെക്ഷൻ, ഇനി എന്തിനും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ആയാലും ഇങ്ങനെ പിമ്പിൾസ് വരും. അപ്പോൾ ഇത് പല റീസൺസ് ഉണ്ട്. ഇത് തനിയെ പോവും. മിക്ക സ്ത്രീകൾക്കും ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് നന്നായി കെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ പോവും. മറിച്ച് അത് തീരെ പോകുന്നില്ല, നിങ്ങൾക്കത് ഭയങ്കര പൊറുതി മുട്ടുന്നുണ്ട്, അതുകൊണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിനെ കാണിക്കുക. അപ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് നോക്കിയോ അതിൻ്റെ ഓയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ തരും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്താൽ മതി. ഇത് ഞാൻ നേരത്തെ ആൻസർ ചെയ്തതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. എന്ന് വെച്ചാൽ വേറെ ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത്, പക്ഷെ അതിനെ ബന്ധപ്പെട്ടിരിക്കും. കുഡ് യു പ്ലീസ് ക്രിയേറ്റ് എ വീഡിയോ അബൌട്ട് എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽ ലൈക്ക് അൺവാണ്ടഡ് 72? I took an IPIL on January 28th and experienced some bleeding after 10 days which lasted for only 2 days. My usual period date is February 17th and I haven't gotten my periods yet. It's 11 days late. I have taken a pregnancy test and it's negative. Could you make a video addressing this? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യെസ്, IPIL 72 hours, ഞാൻ നേരത്തെ 48 hours പറഞ്ഞു, 72 hours. IPIL ഞാൻ നേരത്തെ പറഞ്ഞ എമർജൻസി കോൺട്രാസെപ്റ്റീവ് പില്ലാണ്. പെട്ടെന്ന് അർജന്റ് നമ്മൾ ഒരു എമർജൻസി സിറ്റുവേഷൻ എടുക്കുന്ന പില്ലാണ്. ഇത് കഴിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സൈക്കിളിന് ഒരു ചേഞ്ച് വരും. കാരണം നിങ്ങളുടെ അത് സത്യത്തിൽ നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതൊന്നുമല്ല. ഹെൽത്തിന് ഒരു പില്ലും നല്ലതല്ല അല്ലേ, ഒന്നും നല്ലത്, പക്ഷേ എമർജൻസി സിറ്റുവേഷനിൽ അത് നല്ലതുമാണ്. അങ്ങനത്തെ അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലീഡിങ് യൂഷ്വലാണ്, അതേപോലെ ഈ ഡേറ്റ് മാറൽ യൂഷ്വലാണ്. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്, അത് പേടിക്കാനുള്ളതല്ല. നിങ്ങൾക്ക് നെക്സ്റ്റ് മാർച്ച് തൊട്ടിട്ടുള്ള ആ സൈക്കിൾ പിന്നെ കറക്റ്റ് ആയിക്കോളും. പിന്നെ ഒരു പുതിയ ഡേറ്റായി അത് പിന്നെ അങ്ങനെ കറക്റ്റ് ആയിക്കോളും. ഇപ്പോൾ ഉള്ള ഈ ഡേറ്റ് തെറ്റുന്നതും ഇതൊന്നും ടെൻഷൻ അടിക്കേണ്ട. ഇത് ഈ ഒരു IPILൻ്റെ ഒരു സൈഡ് എഫക്റ്റ് തന്നെയാണ്. സൈഡ് എഫക്റ്റ് എന്ന് തന്നെ പറയാം, നമ്മുടെ ഈ ഡേറ്റ് തെറ്റുന്നതും ഈ ഹോർമോൺ ചേഞ്ചസും കാര്യങ്ങളും എല്ലാം. ഇത് കുറേ പേര് 253 ലൈക്കാണ് ഈ ഒരു ക്വസ്റ്റ്യന് വന്നേക്കുന്നത്. അപ്പോൾ കുറേ പേർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പ്രസവത്തിന് ശേഷം ബ്രസ്റ്റ് തൂങ്ങി കിടക്കുവാണ്, അത് നേരെ ആവാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
പോസ്റ്റ് പാർട്ടം എന്ന് പറയുന്നത് ആഫ്റ്റർ ഡെലിവറി. പോസ്റ്റ് പാർട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രസവം കഴിഞ്ഞ ശേഷം മിക്ക സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ ബ്രസ്റ്റ് സാഗിങ് എന്ന് പറയുന്നത്, ഈ ബ്രസ്റ്റ് തൂങ്ങി കിടക്കുക എന്ന് പറയുന്നത് തന്നെ. അതെന്ന് പറയുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ എന്താ പറയുക, മൊത്തത്തിൽ നിങ്ങളുടെ ബ്രസ്റ്റിൻ്റെ സൈസ്, ഷേപ്പ് എല്ലാം മാറുവാണ്. നിങ്ങളൊരു കുഞ്ഞിന് മുലയൂട്ടുന്ന കൂട്ടുന്ന സമയം ഒക്കെ ആകുമ്പോൾ വ്യത്യാസം വരും. അപ്പോൾ ഇതിനെന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഞാൻ ഒന്ന് പറയുന്നത്, നമ്മൾ ഈ പ്രസവ സമയത്ത് നമ്മളൊന്ന് വണ്ണം കൂടും അല്ലെ, തടിക്കും. അപ്പോൾ ഒക്കെ വരുന്നതാണ് ഈ ബ്രസ്റ്റ് സാഗിങ് പറയുന്നത്. അതിനാകെ ചെയ്യാന്ന് പറയുന്നത് ഒന്ന് എക്സസൈസ് ആണ്. ഓക്കെ, ഈ ബ്രസ്റ്റ് സാഗ് ചെയ്യാനുള്ള കുറേ എക്സസൈസ്, ഈ ബ്രസ്റ്റ് എക്സസൈസുകൾ ഉണ്ട്, ബ്രസ്റ്റ് ലിഫ്റ്റ് ചെയ്യാനുള്ള എക്സസൈസസ് ഉണ്ട്. അതിപ്പോൾ യൂട്യൂബിൽ ഉണ്ടായിരിക്കും. ഞാൻ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിങ്ങനെ ഡോക്ടേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഇതേപോലെ സെക്സ് എഡ്യൂക്കേറ്റേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് അങ്ങനത്തെ ആൾക്കാരുടെ വീഡിയോസ് കാണും കേട്ടോ. കാരണം അവർ കുറച്ച് പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. അങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ എക്സസൈസ് ചെയ്യുക. പിന്നെ നിങ്ങൾ പ്രസവം കഴിഞ്ഞ ഉടനെ ഏത് എക്സസൈസ് ട്രൈ ചെയ്യുമ്പോഴും ഡോക്ടറിൻ്റെ ഒന്ന് സജഷൻ ചോദിക്കാം. ഓക്കെ, നമ്മൾ ഭയങ്കര ഹെവി വർക്കൗട്ട്സ് ഒന്നും ചെയ്യരുത്. പിന്നെയെന്ന് പറയുന്നത്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രാ, ബ്രസ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ടൈപ്പ് അങ്ങനത്തെ ബ്രാസ്, സ്പോർട്സ് ബ്രാ, അങ്ങനത്തെ ബ്രസ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ബ്രാസ് യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് ഒരു വഴി എന്ന് പറയുന്നത് ബ്രസ്റ്റ് സാഗ് ചെയ്യുക. പിന്നെ ഇത് നമ്മളൊരു കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ സ്ത്രീകളുടെ ശരീരത്തിൽ വരുന്ന ഒരു വ്യത്യാസമാണ്. അത് നാണിക്കണ്ടയോ, ബോറാന്ന് തോന്നുന്നുണ്ട്. കാരണം ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കുറേ റിപ്ലൈസ് വന്നിട്ടുണ്ട്, ഭയങ്കര ബോറോ, ഒരു ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല എന്ന്. അതങ്ങനെ ഉണ്ടാവും. അത് ചിലവർക്ക് കാലക്രമേണ അത് ശരിയാവും, മാറും. പക്ഷെ ചിലവർക്ക് അതുപോലെ തന്നെ നിൽക്കും, സാഗ് ചെയ്ത് നിൽക്കും. ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി എക്സസൈസുകൾ ചെയ്യുക, നിങ്ങൾ ബ്രസ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ബ്രാസ് യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. വെജൈനൽ ഏരിയ ഡാർക്ക് ആവുന്നുണ്ട്, എന്തെങ്കിലും റെമഡി പറഞ്ഞു തരുമോ? വെജൈനൽ ഏരിയ, ആ പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺ, ഓക്കെ, അവിടെ പ്രൈവറ്റ് ഏരിയ ഡാർക്ക് ആയിരിക്കും. നമ്മൾ ബാക്കി സ്കിൻ ടോണിനായിട്ട് കമ്പയർ ചെയ്യരുത് ഒരിക്കലും. നമ്മുടെ പ്രൈവറ്റ് ഏരിയ അവിടെ ഡാർക്ക് തന്നെ ആയിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് ഏജ് കൂടുന്നതനുസരിച്ച്, ഏജ്, ഹെറിഡിറ്ററി, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടുത്തെ ഒരു ഡാർക്ക്നെസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ജനിച്ചു വീഴുന്ന ഒരു ഇതല്ലേ, നമ്മളിങ്ങനെ പ്രായം തോന്നുമ്പോൾ അവിടുത്തെ കളർ മാറും. കാരണം മെയിൻ കുറേ റീസൺസ് ഉണ്ട്. ഫ്രിക്ഷനൊക്കെ കാരണം, നമ്മൾ ടൈറ്റ് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അവിടെ ഫ്രിക്ഷൻ കാരണം ഇതേപോലെ ഇത് വരും. ഒരുപാട് റീസൺസ് ഉണ്ട് കേട്ടോ, ഒത്തിരി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ വരെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പ്രൈവറ്റ് ഏരിയയിലുള്ള ഡാർക്ക്നെസ് അത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആലോചിച്ച് ടെൻഷൻ ആവേണ്ടി യാതൊരു ഇൻസെക്യൂരിറ്റി തോന്നുന്നൊരു കാര്യമില്ല. നമ്മളുടെ പ്യൂബേർട്ടിയിൽ എത്തുമ്പോൾ നമ്മൾ ഇപ്പോൾ പ്രായപൂർത്തിയാവുന്നതെന്നൊക്കെ പറയില്ലേ, ആ സമയത്തുമ്പോൾ തന്നെ നമുക്ക് സെക്സ് ഹോർമോൺസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ തന്നെ മെലാനിൻ്റെ പ്രൊഡക്ഷനും കൂടും. അപ്പോൾ എന്ത് വരും, മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടുമ്പോഴാണ് ഈ ഡാർക്ക്നെസ് നമുക്ക് പിഗ്മെൻറ്റഡ് ആവുന്നതും ഡാർക്ക്നെസ് വരുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ടൈറ്റ് അണ്ടർവെയർസ് യൂസ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ, ഈവൻ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുമ്പോൾ അപ്പോഴും ഫ്രിക്ഷൻ വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ എന്താ പറയുക, ഏജ് കൂടുന്നതനുസരിച്ചിട്ട് അവിടുത്തെ കളറും കുറച്ച് ഡാർക്ക് ആവുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് കംപ്ലീറ്റ്ലി നോർമലാണ്, ഒന്നും ആലോചിച്ചാൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് ദർ എനി പ്രോബ്ലം ഫോർ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്? ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒരു പ്രോബ്ലം ഇല്ല അൺടിൽ യു ആർ പ്രിപ്പയർഡ്. അത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്രിപ്പയർഡ് ആവണം. നിങ്ങൾക്ക് മനസ്സിലൊരു ധാരണ വേണ്ട, നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരിക്കും എന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടായിരിക്കണം. കാരണം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എളുപ്പമല്ല. നിങ്ങളുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ ചാൻസ്, ടൈമിങ് വ്യത്യാസം, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്തതുകൊണ്ട് മിസ്സിങ് കാരണം വരുന്ന സങ്കടങ്ങളും പരിഭവങ്ങളും എല്ലാം കൂടി ഒരു ഇതായിരിക്കും. ഓക്കെ, നമ്മൾ എന്തായാലും ഒരു ഫിസിക്കൽ പ്രസൻസ് പോലെ ആയിരിക്കില്ലല്ലോ ഡിജിറ്റൽ പ്രസൻസ് എന്ന് പറയുന്നത്. നേരിൽ നമ്മൾ കാണുകയും സംസാരിക്കുകയും തൊടുകയും ഒക്കെ പോലെ ഇരിക്കില്ല ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ. നിങ്ങൾ രണ്ടുപേരും ഫുള്ളി പ്രിപ്പയർഡ് ആയിരിക്കണം, മനസ്സിലാക്കണം എന്തുകൊണ്ട് ലോങ് ഡിസ്റ്റൻസ് ആയി. നിങ്ങളുടെ ലൈഫിന് വേണ്ടി, നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടായിരിക്കും, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ജോലി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, കഷ്ടപ്പെടാൻ വേണ്ടിയായിരിക്കും. രണ്ടുപേർക്ക് ആ ബോധ്യം ഉണ്ടായിരിക്കണം. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മുഴുവൻ ഓപ്പണായി സംസാരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അത് ഉള്ളിൽ വെച്ചിരിക്കാണ്ട് ഓപ്പണായിട്ട് സംസാരിക്കുക. അപ്പം തന്നെ സോർട്ട് ചെയ്യുക, ക്ലിയർ ചെയ്യുക, പിന്നത്തേക്ക് വെക്കരുത്. അങ്ങനെ പോവുക. ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിലും നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുക്കുക, മറ്റേ പാർട്ട്ണറിന് വേണ്ടി സമയം കണ്ടെത്തുക. ക്യൂട്ട് ലിറ്റിൽ സർപ്രൈസ്, അതെന്ന് പറയുന്നത് വില കൂടിയ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്നൊന്നുമല്ല, കുഞ്ഞി നിങ്ങൾക്കൊണ്ട് പറ്റാവുന്ന എന്തെങ്കിലുമൊക്കെ, ഗിഫ്റ്റ് തന്നെ ആവണമെന്നില്ല, വേറെ എന്തെങ്കിലുമൊക്കെ രീതിക്ക് നിങ്ങൾക്ക് പറ്റാവുന്ന രീതിക്ക് പാർട്ട്ണറിനും തോന്നാം, യെസ് അവൻ എത്ര ദൂരെ അല്ലെങ്കിൽ അവൾ എത്ര ദൂരെയാണെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് അവൾ സമയം കണ്ടെത്തുന്നു, അല്ലെങ്കിൽ എനിക്ക് അത്രയും
സ്പേസ് അവൻ ഒരു ഇമ്പോർട്ടൻസ് ലൈഫിൽ തരുന്നു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പലവർക്കും ഉള്ളൊരു ഡൗട്ടാണെന്ന് പലരും ചോദിക്കാത്തതാണ്. ഇതിനും ഒരു 68 ലൈക്സ് ഇതിനുണ്ട്, 11 റിപ്ലൈസും ഈ ഒരു കമന്റ് ഉണ്ട്. പുരുഷന്മാർക്ക് സെക്സിന്റെ അവസാനം ശുക്ലം വരുന്നു, അതുപോലെ സ്ത്രീകൾക്ക് വെജൈനയിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും വരുമോ? മാരീഡ് ആണ് ഞാൻ, 7 years, ഇതുവരെ എനിക്കൊന്നും വന്നിട്ടില്ല. അപ്പം ഇതിന്റെ റിപ്ലൈസും കൂടി ഞാൻ പറയാം. തീർച്ചയായും വരും, എനിക്ക് ഉണ്ടാവലില്ല. ക്ലിറ്റോറൽ സ്റ്റിമുലേറ്റ് ചെയ്താൽ വരും. കുറേ പേര് വരുന്നും വരില്ല എന്നും ഒക്കെ പറയുന്നുണ്ട്. ഞാൻ ഇതിന്റെ കറക്റ്റ് ഞാൻ പറയാം. ഓക്കെ, പുരുഷന്മാർക്ക് വരുന്നത് സ്പേം ഇജാക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ സെമൻ, സ്പേം എന്ന് പറയാൻ പോലെ സെമൻ ഇജാക്കുലേറ്റ് ചെയ്യും. സെമനിൽ അടങ്ങിയേക്കുന്നതാണ് ഈ സ്പേം എന്ന് പറയുന്നത്. സ്ത്രീകളിൽ അങ്ങനെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ പറയുന്നതാണ് സ്ക്വെർട്ടിങ്. അതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്ക് എപ്പോഴും തെറ്റ്, SQUIR ആണ് കേട്ടോ, സ്ക്വെർട്ടിങ് ഇതിനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചില സ്ത്രീകൾക്ക് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പോൺ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഇതിപ്പോൾ മനസ്സിലാവുന്ന ആൾക്കാർക്ക് തന്നെ, സ്ത്രീകൾക്കൊരു വെള്ളം പോലെ ഇങ്ങനെ തെറിക്കും. ഓക്കെ, സ്പ്ലാഷ് ചെയ്യും, വെള്ളം പോലെ തെറിക്കും. അതിനാണ് സ്ക്വെർട്ടിങ് എന്ന് പറയുന്നത്. അതൊരിക്കലും സെമൻ അല്ല കേട്ടോ. സ്ക്വെർട്ടിങ് ഈ ലിക്വിഡ് എന്ന് പറയുന്നത് ഡൈല്യൂട്ടഡ് പി ആണ്. ആക്ച്വലി ഡൈല്യൂട്ടഡ് പി എന്ന് പറയുന്നത് ഡൈല്യൂട്ടഡ് മൂത്രം എന്നിട്ട് പറയാം. അതേമായിട്ട് ഡൈല്യൂട്ടഡ് മൂത്രമാണ്. എന്നാൽ അതൊരു മൂത്രമാണോ ചോദിച്ചാൽ അല്ല, മൂത്രം അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്ന മറ്റു കെമിക്കൽസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ് ഈ തെറിക്കുന്നത്. അതിനെ ഡൈല്യൂട്ടഡ് പി എന്ന് പറയുന്നത്. ഇതെല്ലാ സ്ത്രീകൾക്കും വരുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, എല്ലാ സ്ത്രീകൾക്കും വരില്ല. അത് വളരെ കോമൺ ആണ്, ചില സ്ത്രീകൾക്ക് മാത്രമേ വരുള്ളൂ. അതിപ്പോൾ ക്ലീറ്റോറൽ സ്റ്റിമുലേഷൻ അല്ല, നിങ്ങൾ അവിടെ എന്ത് തല കുത്തി മറിഞ്ഞു കഴിഞ്ഞാലും ചില സ്ത്രീകൾക്ക് വരത്തില്ല, എന്നാൽ ചില സ്ത്രീകൾക്ക് വരും. ഇനിയിപ്പോൾ ഈ സ്ക്വെർട്ട് ചെയ്ത സ്ത്രീകൾക്ക് അവരെന്താ കറക്റ്റ് ഓർഗാസത്തിലെത്തിയോ പ്ലഷറിലെത്തിയാൽ മാത്രമേ ഇത് വരും അല്ല. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് പ്ലഷർ കിട്ടിയെന്നും പറയാൻ പറ്റില്ല, പ്ലഷർ കിട്ടിയില്ല എന്നും പറയാൻ പറ്റില്ല. ചില സ്ത്രീകൾ സ്ക്വെർട്ട് ചെയ്യും, ചില സ്ത്രീകൾ ഓർഗാസും അവരെ പ്ലഷറിൽ പീക്കിലെത്തിയാൽ പോലും സ്ക്വെർട്ട് ചെയ്യാത്ത സ്ത്രീകളും ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ഇരുന്നിട്ട് പലരും പറയും ഇല്ല എനിക്ക് വരുന്നു, എനിക്ക് വന്നു എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഫ്രണ്ടിന് വരണം എന്നില്ല. എന്നാൽ ചിലപ്പോൾ എന്നെക്കാളും എൻജോയ് ചെയ്യുന്ന സെക്സ് ലൈഫ് ചിലപ്പോൾ എൻ്റെ ഫ്രണ്ടിനായിരിക്കും. പക്ഷെ ഫ്രണ്ടിനെ സ്ക്വെർട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് ഒരു പ്രോബ്ലം ഇല്ല, അത് നോർമലാണ്. ചില ബോഡികളിൽ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരും. യെസ്, എല്ലാവർക്കും വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ, വരത്തില്ല. അതാലോചിച്ചിട്ട് ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് ഇനി സ്ക്വെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയല്ലേ. ഓക്കെ, നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ നൈസ്. ഇത് അതിനിപ്പോൾ നാണിക്കാനും ഇല്ല, എന്നാൽ ഭയങ്കരമായിട്ട് അഭിമാനിക്കാനും ഇല്ല. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഇതൊക്കെ ഒരു സെക്സിന്റെ പ്ലഷറിന്റെ ഭാഗമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ആൻസർ ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അപ്പൊ ഇതില് എന്തായാലും വരും, ക്ലീറ്റോറൽ സ്റ്റിമുലേഷൻ ചെയ്താൽ എന്തായാലും വരും അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇല്ല കേട്ടോ. ചിലവർക്ക് മാത്രമേ അത് വരത്തുള്ളൂ. മൂടാവാതിരിക്കുന്ന സമയത്ത് ബ്രസ്റ്റ് തൊടുമ്പോൾ ഭയങ്കര അസ്വസ്ഥത ഫീൽ ചെയ്യുന്നു, കൈ തട്ടുന്നത് പോലും ഇഷ്ടമല്ല. അതുപോലെ മൂടാകാൻ ഹസ്ബൻഡ് ഫസ്റ്റ് ബ്രസ്റ്റ് ആണ് തൊടുന്നത് എങ്കിൽ എൻ്റെ മൂടും പോവും, ഉള്ള മൂടും പോവും. എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നത്? സോറി, ഞാൻ ചിരിച്ചതല്ല. അത് ഞാൻ ചിരിക്കാൻ കാരണം വേറെ ഒന്നുമില്ല. ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഞാൻ അതിങ്ങനെ ഇമാജിൻ ചെയ്യും. അതുകൊണ്ടാണ് എനിക്കത് കറക്റ്റ് മനസ്സിലാവും. നമുക്ക് മൂടുള്ള സമയത്ത് നമ്മുടെ ബ്രസ്റ്റ് ഒക്കെ തുറന്ന് ചിലർക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥതായിരിക്കും. പ്രത്യേകിച്ച് ഈ പീരിയഡ്സിന്റെ മുമ്പ്, PMS ഒക്കെ ഉള്ള സമയം, പീരിയഡ്സിന്റെ ഒക്കെ മുമ്പ് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും ഇങ്ങനെ തൊടുന്നതും കാര്യങ്ങളൊക്കെ. അതിന് ആകെയുള്ളൊരു വഴി എന്ന് പറയുന്നത് നിങ്ങൾ ഹസ്ബൻഡിനോട് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ഓരോ ഇൻട്രസ്റ്റുകളും ഓരോ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ ആയിരിക്കും. ഇയാൾക്ക് ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ ബ്രസ്റ്റ് തൊടുന്നതാവും എനിക്ക് പ്ലഷർ കിട്ടുന്നത്, പക്ഷെ മറ്റേ ആൾക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. ഓരോരുത്തരെ ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് ഓരോ ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഹസ്ബൻഡിന് തോന്നുന്നുണ്ടായിരിക്കുക, കാരണം ആളുടെ അറിവും അല്ലെങ്കിൽ ആൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എൻ്റെ വൈഫിന് കൂടുതൽ പ്ലഷർ കൊടുക്കാൻ പറ്റുക ബ്രസ്റ്റിൽ തൊടുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ബ്രസ്റ്റിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും എന്നാവും ആ മനുഷ്യൻ വിചാരിച്ചിരിക്കുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ഓപ്പണായി സംസാരിക്കുക. ഹെൽത്തി കോൺവെർസേഷൻ എപ്പോഴും വേണം. ഒരു സെക്സ് ഹെൽത്തി ആവണമെങ്കിൽ അല്ലെങ്കിൽ അടിപൊളി ആക്കണം, പ്ലഷറബിൾ ആക്കണമെങ്കിൽ നിങ്ങൾ തുറന്ന് സംസാരിക്കണം. എന്തൊക്കെയാണ് ഇഷ്ടം, എന്തൊക്കെ ഇഷ്ടമല്ലാത്തത്, എന്താണ് നിങ്ങൾക്ക് പ്ലഷർ കിട്ടണേ എന്നുള്ളൊരു ഓപ്പൺ കോൺവെർസേഷൻ വേണം. അത് എല്ലാ തരത്തിലും വേണം. ഇതിനുള്ളൊരു ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾ പറയുക എനിക്ക് ബ്രസ്റ്റ് തൊടുമ്പോഴാണ് ഉള്ള മൂടും പോണത് എന്നുള്ള സത്യം തുറന്ന് സംസാരിക്കുക. അതാണ് ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത്. എന്തൊക്കെ വഴിയുണ്ട്? അപ്പോൾ ഇത് പറയുമ്പോൾ ഫസ്റ്റ് കിസ്സിങ്ങിൽ കൂടിയോ നിങ്ങൾക്ക് അത് നിങ്ങൾക്കേ അറിയുള്ളൂ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം പ്ലഷർ ഉണ്ടാക്കണം, സംസാരിക്കുക. ചേച്ചി, നമ്മൾ ഫസ്റ്റ് സെക്സ് ചെയ്യുമ്പോൾ
ചെയ്യുമ്പോൾ ചേച്ചി നമ്മൾ ഫസ്റ്റ് സെക്സ് ചെയ്യുമ്പോൾ തന്നെ പീനസ് വജൈനലോട്ട് കയറുവോ അതോ കുറച്ച് ദിവസം എടുത്തിട്ടാണോ ഉള്ളിലായിട്ട് കയറുക? ഇതിനെക്കുറിച്ച് പറയുന്നത് ഒരു ടീനേജ് തൊട്ട് നമുക്ക് ഉണ്ടാകുന്ന സംശയമാണ്. സെക്സിൽ ഏർപ്പെടുമ്പോൾ തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഈ പീനസ് വജൈനിലോട്ട് കയറില്ലേ എന്നൊക്കെ ഉള്ളത് പലതും പിന്നെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും കുറേ കേൾക്കാമല്ലോ. ഞാൻ ഒന്ന് പറയട്ടെ, അത് ഓരോരുത്തരെ ബോഡിയും അല്ലെങ്കിൽ ഓരോരുത്തരെ ആ മൂഡും അറ്റ്മോസ്ഫിയറും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫസ്റ്റ് ടൈം സെക്സ് സക്സസ്ഫുൾ ആവോ ഇല്ലേ എന്നുള്ളത്. ചിലവർക്ക് ഫസ്റ്റ് ടൈം സക്സസ്ഫുൾ ആയിരിക്കും, പീനസ് വെജൈനിലോട്ടൊക്കെ ഇൻസേർട്ട് ആവും. ചിലവർക്ക് ഫസ്റ്റ് ടൈം ഫ്ലോപ്പ് ആയിരിക്കും. ഇതൊക്കെ യൂഷ്വലാണ്. അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, സെക്സ് എന്ന് പറയുന്നത് എപ്പോഴും അതൊരു പെയിൻഫുൾ അല്ലാത്ത വളരെ ഹാപ്പിയായി ഒട്ടും ഓവർ പ്രഷർ എടുക്കാതെ ചെയ്യുന്ന ഒരു ആക്റ്റാണ് ഈ സെക്സ് എന്ന് പറയുന്നത്. രണ്ടുപേർക്കും ഒരുപോലെ പ്ലഷർ കിട്ടി സുഖത്തോടു കൂടി ചെയ്യുന്നത്, അല്ലാണ്ട് ഒരു യുദ്ധമല്ല. അല്ലെങ്കിൽ ബലം പിടിച്ച് ഇന്ന് തന്നെ പീനസ് വെജൈനിലോട്ട് ഇൻസേർട്ട് ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന ഒരു സാധനമല്ല സെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആ സമയത്തെ ടൈം എങ്ങനെയാണ്, മൂഡ് നിങ്ങൾ ഹാപ്പി മൂഡാണ്, ഓക്കെ, നിങ്ങൾ ആ ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് സെൽഫ് ലൂബ്രിക്കൻ്റ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വരുന്നുണ്ട്, നിങ്ങളെല്ലാം കൊണ്ട് ഓക്കെയാണ്, ഫസ്റ്റ് ടൈം വരെ ഇൻസേർട്ട് ആവും. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ പ്രഷർ എടുക്കാതെ പതുക്കെ ടൈം കൊടുത്ത് കുറച്ച് ദിവസം എടുത്തിട്ടോ കുറച്ച് ടൈം എടുത്തിട്ടോ ചെയ്യാം. അതൊക്കെ ഇതാക്കുക. ഒട്ടും ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പ്രഷർ എടുത്ത് അല്ലെങ്കിൽ ഇന്ന് തന്നെ ചെയ്തേ പറ്റൂ, ഇപ്പൊ തന്നെ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ചിലവർക്ക് ഉണ്ടാവും, എൻ്റെ ഇൻസേർട്ട് ആയില്ല, അത് എൻ്റെ ആണത്തിനെ ചോദ്യം ചെയ്യുന്ന പോലെ ആയിരിക്കും. അല്ലെങ്കിൽ മറ്റേ പെൺകുട്ടിക്ക് ചിലപ്പോൾ തോന്നും, അയ്യോ കയറിയില്ലെങ്കിൽ എന്ത് വിചാരിക്കും, എനിക്ക് മോശമല്ലേ. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. സെക്സ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ജയിക്കാനുള്ളതൊന്നുമല്ല, നിങ്ങൾക്ക് സന്തോഷിച്ച് ഇതാക്കാനുള്ളതാണ്. ചിലപ്പോൾ ഫസ്റ്റ് ടൈം സക്സസ്ഫുൾ ആവും, അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും. നിങ്ങൾ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. പിന്നെ എന്ന് പറയണത്, ഞാൻ കുറേ പേര് പറയണ കേട്ടിട്ടുണ്ട്, സെക്സ് നമ്മൾ പഠിച്ചതാണ്, ഞാനിപ്പോൾ പഠിച്ചിട്ട് പറയുന്നതാണ്, ആ സയൻറ്റിഫിക് നോളേജ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ പറയണത് സെക്സ് ഒരിക്കലും പെയിൻഫുൾ ആയിരിക്കരുത് എന്ന് പറഞ്ഞത്. അത് ഫസ്റ്റ് ടൈം ആണെങ്കിലും ലാസ്റ്റ് ടൈം ആണെങ്കിലും സെക്സ് പെയിൻഫുൾ ആയിരിക്കരുത് നമ്മൾ പറയില്ല. ഫസ്റ്റ് ടൈം സെക്സ് എന്തായാലും പെയിൻഫുൾ ആയിരിക്കും, എന്തായാലും പെയിൻഫുൾ ആയിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, നിങ്ങളുടെ ബോഡിയിൽ സെൽഫ് ലൂബ്രിക്കൻ്റ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ലൂബ്രിക്കൻ്റ് വാങ്ങാൻ കിട്ടും, വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻ്റ്. അതൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ ആയിരിക്കില്ല. ഓക്കെ, പെയിൻഫുൾ ആയിരിക്കരുത് സെക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഡിയർ ഹില, എനിക്ക് ഒരു ഡേ ഒന്നിലേറെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വെജൈനയുടെ അവിടെ മുറിവ് പോലെ തോന്നും, പിന്നെ ചെയ്യുമ്പോൾ നീറൽ ഫീൽ ചെയ്യുന്നു, അത് കൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, എന്താ റീസൺ? ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ വെജൈൻ്റെ ഭാഗം ഡ്രൈ ആയിരിക്കും. നിങ്ങൾ സെക്സിൻ്റെ ടൈമിലും വൾവ ഏരിയ അല്ലെങ്കിൽ വെജൈൻ്റെ ഏരിയ ഡ്രൈ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രോബ്ലം വരുന്നത്. എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെൽഫ് ലൂബ്രിക്കൻറ്റ് ഉണ്ടായിരിക്കില്ല, കുറവായിരിക്കും. നമ്മുടെ ബോഡിയിൽ നിന്ന്, സ്ത്രീകളുടെ ബോഡിയിൽ ഒരു ഫ്ലൂയിഡ് വരുമല്ലോ, നമ്മൾ പ്ലഷറിലും ഇതിലൊക്കെ എത്തിക്കഴിയുന്ന സമയത്ത് ഒരു ഫ്ലൂയിഡ് വരും. അതാണ് ഈ പീനസ് കയറുമ്പോൾ കുറച്ചും കൂടി ഈസി ആക്കി തരുന്നതും പെട്ടെന്ന് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നതും അതൊക്കെ. അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പ്രഷർ എടുക്കേണ്ടി വരും. അപ്പോൾ ആ സെൽഫ് ലൂബ്രിക്കൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു പൊട്ടലും നീറലും ഒക്കെ വരുന്നത്. അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് അതിന് പറയുക, അയ്യോ മെഡിക്കൽ ഷോപ്പിൽ നിന്നോ ഉപ്പുമാറ്റിൽ നിന്നോ നിങ്ങൾ ലൂബ്രിക്കൻറ്റ് വാങ്ങാം. ഓക്കെ, വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻറ്റ് കിട്ടും, പല ബ്രാൻഡ്സിൻ്റെ കിട്ടും. വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻ്റ് തന്നെ വാങ്ങുക, അത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ടായിരിക്കില്ല. അടുത്തത്, സെക്ഷൽ ലൈഫ് ആക്റ്റീവ് ആണ്, ഭയങ്കര ഡിസ്ചാർജ് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്, ഇടയ്ക്ക് ലൈറ്റ് യെല്ലോയിഷ് ഫൗൾ സ്മെല്ലിങ്, അതെന്താ മുന്നേ ഉണ്ടായിരുന്നില്ല. ഒരു സെക്സ് ആക്റ്റീവ് ആണ്, പക്ഷെ ഒരു ബാഡ് സ്മെല്ലും വരുന്നു, ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറും വരുന്നത്. അതിൻ്റെ റീസൺ ആണ് ചോദിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നതായിരിക്കും നല്ലത്. കാരണം ഇങ്ങനെ സ്മെല്ലും ലൈറ്റ് യെല്ലോയിഷ് കളർ വരെ സാധാരണ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലാണ് അങ്ങനെ വരിക. അപ്പോൾ നമ്മൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണേക്കാളും ഏറ്റവും നല്ലതാണ് സ്റ്റാർട്ടിങ്ങിലെ അത് കാണിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറുന്നതാണ്. അത് അങ്ങനെ നോർമൽ ആയിട്ടുള്ളതല്ല, ഒരു ഇൻഫെക്ഷൻ വരുമ്പോഴാണ് പൊതുവെ അങ്ങനെ കാണിക്കാറ് കേട്ടോ. Hi Hila, I am married and I think I have vaginismus. Planning to consult a therapist soon, but I want to know how common this is. Can you talk about this? My vaginal muscles are very tense. Never had penetrative sex. Couldn't even after marriage. Have low libido. I feel very disturbed when my husband touches me, and I get irritated when we try to have intercourse, and whatever he does doesn't make me feel a thing.
ഓക്കെ, ലോ ലിബിഡോ എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് കുറവാണ്, സെക്സിനോടൊരു ഇൻട്രസ്റ്റ് തോന്നിക്കുന്നില്ല, അത് മാത്രമല്ല ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതൊക്കെയാണ് ഇതെന്ന് പറയുന്നത്. വെജൈനൽ മസിൽസ് ലൂസ് ആവുന്നില്ല. ഇതെന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യം ഒരു ഇപ്പം പറഞ്ഞില്ലേ, ഒരു തെറാപ്പിസ്റ്റിനെ ഉടനെ കൺസൾട്ട് ചെയ്യാതിരിക്കണം. അതാണ് ഏറ്റവും വേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. കാരണം ഇത് ടെൻഷൻ കാരണമാണ്. നമ്മുടെ ഉള്ളിൽ പലവർക്കും വരുന്നൊരു പ്രോബ്ലമാണ് ഈ ടെൻഷൻ കാരണം. എന്താ സംഭവിക്കുന്നത്, വെജൈനൽ മസിൽസ് ടൈറ്റ് ആയിരിക്കും, ലൂസ് ആവത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ഇൻസേർട്ട് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. അപ്പോൾ ഒരു തെറാപ്പിസ്റ്റിനെ സംസാരിക്കുക, എന്താണ് ഉള്ളിലെ ടെൻഷനും കാര്യങ്ങളൊക്കെ, ഒരു കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ആയി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് മാറും. പെട്ടെന്ന് തന്നെ ഒരു തെറാപ്പിസ്റ്റിനെ കാണാം കേട്ടോ. പിന്നെ ഇത് കോമൺ ആയി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇതെന്ന് പറയുന്നത്. എനിക്ക് ഒത്തിരി മെസ്സേജ് എനിക്ക് തന്നെ വരുന്നുണ്ട്. ഈവൻ ഞാൻ പഠിക്കുന്ന സമയത്ത് പോലും ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്നാണ് ഇത് പറയണത്. അപ്പോൾ ഇത് ടെൻഷൻ ആവാനുള്ള ഒരു കാര്യമൊന്നുമല്ല. ചില സ്ത്രീകൾക്ക് ഇതിനോട് സെക്സ് എന്ന് കേൾക്കുമ്പോഴേ ഒരു ടെൻഷൻ നമ്മൾ ചെറുപ്പം തൊട്ടേ ഉണ്ടാവുമായിരിക്കും. അതൊക്കെ ബിൽഡ് ചെയ്തിട്ടായിരിക്കും. ഇതൊക്കെ നോർമലാണ്. അല്ലാണ്ട് ഇത് മാറാൻ പറ്റത്തില്ല, ഇനി എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും, അങ്ങനെയൊന്നും ടെൻഷനും വേണ്ട. നല്ല കൗൺസിലിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ അത് സെറ്റാവും, അത്രേ ഉള്ളൂ. കേരളത്തിൽ 19-നും 23-നും ഇടയിൽ പ്രായമുള്ളവരിൽ എയ്ഡ്സ് രോഗം വർദ്ധിക്കുന്നു. ഡോക്ടർ രാജേഷ് കുമാർ വീഡിയോ കാണുക. ഓക്കെ, ഇതിപ്പോൾ ഡോക്ടറിൻ്റെ വീഡിയോ മാത്രമല്ല, ഈവൻ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒക്കെ എയ്ഡ്സ് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. അതിൻ്റെ മെയിൻ റീസൺ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സെക്സ് എഡ്യൂക്കേഷൻ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്, മെയിനായിട്ട് കിട്ടുന്നുണ്ട്, ഒരു സെക്ഷൽ അവെയർനെസ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അത് തന്നെയാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ അറിവും വിവരവും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത് വർദ്ധിച്ചു വരുന്നത്. ഇപ്പോൾ എൻ്റെ യൂട്യൂബ് നോക്കിയിട്ട് കാര്യമില്ല. യൂട്യൂബിൽ എനിക്ക് ഫുൾ പോസിറ്റീവ് കമൻറ്റ്സ് ആയിരിക്കും. നമ്മളൊരു സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉൾക്കൊണ്ട് കമൻറ്റ് ചെയ്യുന്നവർക്ക്. എന്നാൽ ഇൻസ്റ്റാഗ്രാം നിങ്ങളൊന്ന് ജസ്റ്റ് എൻ്റെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ്സ് കണ്ടറിയാം. നമ്മളിവിടുത്തെ ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ എല്ലാ കുറവും ആ കമൻറ്റ് ബോക്സിൽ കാണാം. കാരണം എന്തിനാണ് കോണ്ടം എന്നറിയത്തില്ല. ഓക്കെ, ഈ കോണ്ടം എന്ന് പറയുമ്പോൾ ഇവർക്ക് കോണ്ടം എന്തിനാണ്? എയ്ഡ്സ് പകരാതിരിക്കാൻ. മെയിനായിട്ട് നമുക്ക് പ്രഗ്നൻസി തടയാൻ വേണ്ടിയിട്ട് മാത്രമല്ല കോണ്ടം യൂസ് ചെയ്യുന്നത്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് തടയാനാണ് ഈ കോണ്ടം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈവൻ എയ്ഡ്സ് രോഗികളോട് ഒരിക്കലും ഡോക്ടേഴ്സ് സെക്സ് ചെയ്യരുത് എന്ന് പറയില്ല. അത് നിങ്ങൾക്കറിയോ? ഒരു എയ്ഡ്സ് രോഗി വന്നു കഴിഞ്ഞാൽ, ഞാൻ സുരക്ഷയിൽ വർക്ക് ചെയ്തൊരു ഒരാളാണ് എന്ന് പറയുന്നത്, ഈ എയ്ഡ്സ് ഇതൊക്കെ ബേസ് ചെയ്ത് വർക്ക് ചെയ്തൊരാളാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് സെക്സ് ചെയ്തോ കോണ്ടം ഇട്ടിട്ട് എന്ന് പറയാം, അല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും സെക്സ് പോയി ചെയ്യരുത് എന്ന് പറയത്തില്ല. കോണ്ടം യൂസ് ചെയ്യാൻ പറയാം. ഇത് കോണ്ടം യൂസ് ചെയ്യില്ല, എങ്ങനെയാണ് ഈ എയ്ഡ്സ് പകരുന്നതെന്ന് അറിയില്ല, ഒന്നും അറിയത്തില്ല. പിന്നെ എങ്ങനെ ലൈംഗിക രോഗം വർദ്ധിക്കാതിരിക്കും? അതിനും നല്ലപോലെ ആയിരിക്കണം. എന്താണ് ഒരു ഹൈജീൻ എന്ന് അറിഞ്ഞിരിക്കണം. ഒരു മൊത്തത്തിൽ ഈ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് അറിയണം, എന്തൊക്കെ തരം STIs ഉണ്ടെന്ന് അറിയണം. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് സെക്സ് എഡ്യൂക്കേഷൻ. നമ്മൾ ഈ സെക്സ് എഡ്യൂക്കേഷൻ ഇപ്പം ഞാൻ പറയുമ്പോൾ പോലും എന്നെ പല കണ്ണിലൂടെ കാണുന്ന കുറേ പേരുണ്ടായിരിക്കും. ഇത് കാണുന്ന ഒരു 70% എന്നെ കറക്റ്റ് ഒരു എഡ്യൂക്കേഷൻ പേർപ്പസിലും എന്നെ ആ ഒരു റെസ്പെക്റ്റോടും കൂടി കാണുന്നുണ്ടെങ്കിൽ ബാക്കി 30% എന്നെ കാണുന്നത് വേറെ കണ്ണിലൂടെ ആയിരിക്കും. അതെനിക്ക് നല്ലപോലെ ഉറപ്പുണ്ട്. അതാണ് നമ്മുടെ സമൂഹം, പറഞ്ഞിട്ട് കാര്യം. ഇപ്പോൾ ഒരുപാട് പേരിൽ കാണപ്പെടുന്ന ഒന്നാണ് അബോർഷൻ. അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ കൂടുതലായി സംഭവിക്കുന്നത് എന്ന് പറയാമോ? അതെനിക്ക് അറിയത്തില്ല, പക്ഷെ ഒന്ന് പറയാം. അബോർഷൻ ഇപ്പോൾ നമ്മളിവിടെ കുറ്റകരമായിട്ടുള്ള കാര്യമില്ല. ഒരു അമ്മക്ക് ഒരു കുഞ്ഞിനെ വേണ്ട എന്നുണ്ടെങ്കിൽ അബോർട്ട് ചെയ്യാനുള്ളത് നമ്മൾ നിയമത്തിലുണ്ട് ഇപ്പോൾ. ഓക്കെ, അതിന് വേറെ ഈവൻ ഹസ്ബൻഡിൻ്റെ സമ്മതം പോലും വേണ്ട, വേറെ ആരുടെയും സമ്മതം വേണ്ട. ഒരു അമ്മക്ക് ഒരു കുഞ്ഞിന് വേണ്ടെന്നുണ്ടെങ്കിൽ അത് അബോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് പല റീസൺസ് ആയിരിക്കും. ചിലർ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കില്ല. ഇത് എത്രത്തോളം ശരിയാണെന്ന് ചോദിച്ചാൽ അത് പറയാൻ ഞാൻ ആരുമല്ല. എനിക്ക് പേഴ്സണലി എനിക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അബോർഷൻ എന്ന് പറയുന്നത് എനിക്ക്. പക്ഷെ എന്നാൽ ബാക്കിയുള്ള ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കില്ല. ഒരു ഫാമിലി സിറ്റുവേഷൻ ആയിക്കോട്ടെ, അവർക്ക് സൈക്കോളജിക്കലായിട്ട് അവർ ഓക്കെ ആയിരിക്കില്ല, ഇമോഷണൽ ഒന്നും കൊണ്ട് ഓക്കെ ആയിരിക്കില്ല. നമുക്ക് അവരെ ബ്ലെയിം ചെയ്യാനും പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് അത് ആ സമയത്ത് ആലോചിക്കണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. അത് ഒരു ചോദ്യമല്ല, ഒരു പ്രസക്തി ഇല്ലാത്ത ചോദ്യമാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിലാണെങ്കിലും അപ്പോൾ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എന്തുകൊണ്ട് ഇപ്പോൾ എത്ര പേരെ കാമുകൻ്റെ കൂടെ ഒളിച്ചു ഓടിപ്പോവാൻ സ്വന്തം കുഞ്ഞിനെ മുക്കിക്കൊല്ലുന്നു, കഴുത്ത് വെട്ടി കൊല്ലുന്നു. അതിനേക്കാളൊക്കെ നല്ലത് എനിക്ക് തോന്നുന്നത് അബോർഷൻ. കുട്ടി ഭൂമിക്ക് വരുന്നേക്കാളും അബോർട്ട്. ഇങ്ങനത്തെ അമ്മമാർക്ക് കുട്ടികളെ അർഹിക്കുന്നില്ല. ഞാൻ പേഴ്സണലി ഞാൻ പറയാണ്. അങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്കായിരിക്കും എത്രയോ പാരൻസ് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നത് ഞാൻ തന്നെ നേരി കണ്ടിട്ടുണ്ട്. അവർ ഈ കൊന്നു കളയുന്ന നേരം കൊണ്ടൊക്കെ അവർക്ക് കൊടുത്തുകൂടെ ഈ കുട്ടികളെ? അല്ല, അവർ പൊന്നുപോലെ നോക്കും. അപ്പോൾ അബോർഷൻ എന്ന് പറയണത് പിന്നെ ഇപ്പം നമുക്ക് തന്നെ അറിയാം, സ്കാനിങ് കൂടെ ചിലർ പൂർണ്ണ വളർച്ച. ഓക്കെ, അത് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു കേട്ടോ ആ കാര്യത്തിൽ. ഇപ്പം എൻ്റെ ഭാഗത്ത് ചിലപ്പോൾ എനിക്കാണിത് സംഭവിച്ചെങ്കിലും ഞാൻ ആ ഒരു കാര്യം ചിലപ്പോൾ ചിന്തിച്ചെന്ന് വരാം.
കാരണം നമ്മൾ സ്കാനിങ് കൂടെ അറിയാം കുട്ടിക്ക് പൂർണ്ണ വളർച്ചയില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, മൊത്തത്തിൽ ഭയങ്കരമായിട്ട് പ്രശ്നം, ചെറിയ പ്രശ്നങ്ങളല്ല പറയുന്നത്, എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ഈ വളർച്ച എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അബോർഷൻ ചെയ്തേ പറ്റൂ. ആ കുട്ടി ഈ ഭൂമിയിൽ വന്ന് സഫർ ചെയ്യുന്നേക്കാളും എത്രയോ നല്ലതാണ് അങ്ങനത്തെ കാര്യം. അപ്പം അങ്ങനത്തെ റീസൺസിൽ അബോർട്ട് ചെയ്യണേന്ന് ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്തുള്ളൂ. അല്ലാതെ ചെയ്യണത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം, അത്രേ ഉള്ളൂ. ഓവുലേഷൻ ഡേ എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ ഓവുലേറ്റ് ചെയ്യണത് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ പ്രഗ്നൻസിക്ക് നിങ്ങൾ തയ്യാറെടുക്കുവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആവണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ സേഫ് പീരീഡ്, സേഫ് അല്ലാത്ത പീരീഡ് അങ്ങനെയൊക്കെ നോക്കുക, അതാണ് ഓവുലേറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഓവുലേറ്റ് ചെയ്യുന്ന ടൈമിൽ ബന്ധപ്പെട്ടാലാണ് നമുക്ക് എന്ത് പ്രഗ്നൻ്റ് ആവാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഓവുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു കാണിച്ചത്, ഇതിപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചൊരു കാലണ്ടറാണ്. ഇങ്ങനത്തെ പല ആപ്സ് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഇതാണ് കാലണ്ടർ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇതാണ് കാലണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ എൻ്റെ പീരിയഡ്സ് ഇനി തുടങ്ങേണ്ടത് ശരിക്കും 13 ഓക്കെ, 13-ാം തീയതിയാണ് ശരിക്കും തുടങ്ങേണ്ടത്. ഓക്കെ, കാണുന്നുണ്ടല്ലോ. 13 തൊട്ട് ലൈൻ വരെ കാണിക്കുന്നില്ല. അപ്പോൾ എൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത് 4 ദിവസം, ഓക്കെ, 5 ദിവസമാണ് എൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ 13 തൊട്ടിട്ട് 17 വരെയാണ് എൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു പ്രഗ്നൻസിക്ക് പോസിബിലിറ്റി തുടങ്ങുന്നത് ഏത് സമയത്താണ് ബന്ധപ്പെടുമ്പോൾ പോസിബിലിറ്റി കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഈ മാസം 25 തൊട്ടിട്ട് 31 വരെയാണ് എനിക്ക് കാണിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അതിൽ ഓവുലേറ്റ് ചെയ്യുന്നത് കാണിച്ചേക്കുന്നത് 30-ാം ദിവസമാണ്. ഓക്കെ, 30-ാം ദിവസമല്ല 30th എനിക്ക് ഓവുലേറ്റ് ചെയ്യാന്ന് കാണിച്ചേക്കുന്നത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് കാണിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ പീരിയഡ്സ് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാൽ 18, 1, 2, 3, 4, 5, 6, 7 7 ഡേയ്സ്. പീരിയഡ്സ് കഴിഞ്ഞ് 7 ഡേയ്സ് തൊട്ടിട്ട് നമുക്ക് ചാൻസസ് തുടങ്ങും. അപ്പോൾ 25-ാം തീയതി എന്ന് പറയുന്നത് ഫെർട്ടൈൽ വിൻഡോ, മീഡിയം ചാൻസ് ഓഫ് പ്രഗ്നൻസി ആണ്. ഓക്കെ, 25 തൊട്ടിട്ട് ചാൻസ് തുടങ്ങും. അതിൽ 25 എന്ന് പറയുന്നത് മീഡിയം ചാൻസ് ആണ്. അതിൽ ഏറ്റവും പീക്ക് ഹൈ ഈ സമയമാണ് എൻ്റെ ശരിക്കും ഓവുലേറ്റ് ചെയ്യുക ഡേ എന്ന് വെച്ചിരുന്നത് 30-ാം തീയതിയാണ്. ഓക്കെ, അപ്പോൾ ചാൻസസ് തുടങ്ങുന്നത് 25 തൊട്ടിട്ട് ചാൻസ് തുടങ്ങും. 25 തൊട്ടിട്ട് ബന്ധപ്പെട്ട് തുടങ്ങാം. അപ്പോൾ ഏത് കറക്റ്റ് ഓവുലേറ്റ് ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ഡേറ്റ് തൊട്ടിട്ട് നിങ്ങൾ ഇതാക്കുക. ഇതിപ്പോൾ എൻ്റെ ഒരു സൈക്കിൾ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അത് കറക്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ നിങ്ങൾക്ക് ഇതിങ്ങനെ കാണിച്ചത്. ഇങ്ങനത്തെ ഒരു കാലണ്ടർ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു കാലണ്ടറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് വായിച്ച് ഇത്ര ഞാനിപ്പോൾ വായിക്കുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി പാർട്ട് 2 ചെയ്യണമെങ്കിൽ. ഒത്തിരി ഞാൻ പറഞ്ഞല്ലോ 1000 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും ഈ ഒരൊറ്റ ഇതിൽ നമുക്ക് പറ്റത്തില്ലല്ലോ. നിങ്ങൾക്ക് പാർട്ട് 2 വേണമെങ്കിൽ ഞാൻ ഇതുപോലെ ബാക്കി വായിക്കാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചേർക്കാം. ഇത് സത്യസന്ധമായിട്ട് പറയണം, ഇത് ഇൻഫോർമേറ്റീവ് ആയിരുന്നോ, ശരിക്കും നിങ്ങൾക്ക് അത് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി തന്നോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻസ് ആണ് എനിക്ക് പ്രോത്സാഹനം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഈ സെക്സ് എഡ്യൂക്കേഷൻ കോഴ്സ് വരെ ഞാൻ ചെയ്യാൻ കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടിയും ആധികാരികമായി പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ എനിക്ക് March 7 തൊട്ടിട്ട് എനിക്ക് വീണ്ടും സെക്സ് എഡ്യൂക്കേഷൻ ബേസ് ചെയ്ത് എൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും, തുടങ്ങും. പുതിയത് എനിക്ക് കോഴ്സ് തുടങ്ങും. ഇതൊക്കെ ഞാൻ ആക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ അവയർനെസ് തരാനും കേരളത്തിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നോർമലൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. എനിക്ക് അതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ഞാൻ കുറേ ആയിട്ട് എടുത്തു വെച്ചേക്കുന്നതാണ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരിക്കണം. താങ്ക് യു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.